ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് ഇത്രയും നല്ല റെസ്പോൺസസ് കിട്ടി. താങ്ക്സ് അലോട്ട്. കുറേ നാളുകൾക്ക് ശേഷം ചെയ്തതുകൊണ്ട് എനിക്കൊരു ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അതിശയോക്തികളെടുത്ത് പറയണമെന്നല്ല കേട്ടോ. എൻ്റെ ലൈഫിൽ എനിക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടാൻ പറഞ്ഞു തരുന്നതാണേ. പിന്നെ പള്ളിയിൽ പോയി നിന്നപ്പോൾ അച്ഛൻ മരിക്കപ്പെട്ടവരെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാനൊരു കാര്യം അന്നേരം ആലോചിച്ചേ. നിങ്ങളെല്ലാവരും ഐ തിങ്ക് മലയാളികളെല്ലാവരും കണ്ട ഒരു സിനിമയായിരിക്കും മനസ്സിനക്കരെ എന്ന് പറഞ്ഞ സിനിമ. അതിൽ 2 ഡയലോഗ്സ് ഉണ്ട്. ഒരു ഡയലോഗ് ബൈ ജയറാം ആൻഡ് അടുത്തത് ഷീല പറയുന്നത്. ജയറാമിൻ്റെ അപ്പം മരിച്ചു കഴിയുമ്പോൾ, അതായത് ഇന്നസെൻ്റ് മരിച്ചു കഴിയുമ്പോൾ ജയറാം പറയുന്നൊരു വാക്കുണ്ട്, എപ്പോഴും ചുറ്റുമുള്ളവരെ കാണാനുള്ള കണ്ണ് ദൈവം നമുക്ക് തന്നിട്ടില്ല. അവർ നമ്മളിൽ നിന്ന് അകലെ എത്തിക്കഴിയുമ്പോഴാണ് അവർ നമുക്ക് എത്ര ആശ്വാസമായിരുന്നു, എത്ര വേണ്ടപ്പെട്ടതായിരുന്നു എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ശരിയല്ലേ? അത് നമ്മളുടെ കൂടെ എപ്പോഴും ഒരാളുള്ളപ്പോൾ, നമ്മുടെ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ പണിക്കൊരു ചേച്ചി ആയിക്കോട്ടെ, പലപ്പോഴും നമ്മൾ അർഹിക്കുന്ന സ്നേഹവും കരുതലും ബഹുമാനവും കൊടുക്കാറുണ്ട്. ഇപ്പോൾ അത് നമ്മുടെ ഏജിനെ ഒരു പരിധി വരെ ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കും. ചിലപ്പോൾ നമുക്കൊരു അനോയ്മെൻ്റ് ആയിട്ട് തോന്നും. ഫൈൻ, ഇത് എന്ത് ശല്യമാണ്, ഈ പുറകെ നടന്ന് ഇങ്ങനെ പെസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം ഉള്ള പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, പാരൻസിനോടും പറഞ്ഞിട്ടില്ലേ ദേഷ്യം വരുമ്പോൾ. പക്ഷേ എൻ്റെ ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എൻ്റെ അപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ എല്ലാ തവണയും എൻ്റെ അപ്പയ്ക്ക് ഒരുപാട് ഇൽനെസ് വന്നിട്ടുണ്ട്, ഒരുപാട് സർജറീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈച്ച് ആൻഡ് എവറി ടൈം ഡോക്ടേഴ്സ് പറയുകയാണ് ഭയങ്കര ക്രിട്ടിക്കലാണ്, ആൾ കിട്ടില്ല എന്ന് പറഞ്ഞാലും പപ്പ ഹി വാസ് എ ഫൈറ്റ്. ഇപ്പോൾ ഒരു പട്ടാളക്കാരനാണ്, ഹി വാസ് എ ഫൈറ്റ്. എത്ര മോശം സിറ്റുവേഷനിലാണെങ്കിലും ഹി യൂസ് ടു കം ബാക്ക്. അപ്പോൾ എനിക്കെന്തോ എൻ്റെ മനസ്സിൽ സ്ട്രോങ് ബിലീഫായിരുന്നു that my dad will come back. ഇതും താണ്ടും, he'll come back. I was so sure. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ സ്നേഹിച്ചതിനേക്കാളും കൂടുതൽ ദൈവ അപ്പയെ സ്നേഹിച്ചു. സോ ഹി വാസ് കോൾഡ് ബാക്ക്. ബട്ട് അപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇച്ചിരി കൂടെ സ്നേഹിക്കുകയായിരുന്നു. ഓരോ കാര്യങ്ങളും, ഒരു നല്ല കറി ഉണ്ടാക്കിയ അപ്പം ഐ യൂസ് ടു കുക്ക് വെൽ. ഒരു നല്ല കറി ഉണ്ടാക്കിയ, വീട്ടിൽ പുതിയൊരു സാധനം മേടിച്ചാൽ, നിസാരം എൻ്റെ വണ്ടി ആ ഗേറ്റ് തിരിഞ്ഞ് വരുമ്പോൾ ഉമ്മറത്തൊരു കസേരയുണ്ട്, പപ്പ ഇരിക്കുന്നു, സ്ഥിരം ഇരിക്കുന്നുണ്ട് കസേര. അപ്പോഴൊക്കെ എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഐ ക്യാൻ ഫീൽ ഹിസ് പ്രസൻസ്. ഇവൻ പള്ളിയിൽ പോകുമ്പോൾ പപ്പ നിൽക്കുന്ന സ്ഥലത്തോട്ട് നോക്കിയപ്പോൾ എനിക്ക് സങ്കടം വന്നു. നമ്മളങ്ങ് ഒറ്റപ്പെട്ട് പോണ പോലത്തെ ഒരു ഫീലാണ്, നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ ഒറ്റപ്പെട്ട് പോകുന്നൊരു ഫീലാണ്. അപ്പം ഞാൻ തിരിച്ചറിഞ്ഞൊരു സംഭവമുണ്ട്, നമുക്കറിയില്ല നമ്മുടെ കൂടെ ഉള്ളവർ നമ്മുടെ കൂടെ ഇന്നവരെ ഉണ്ട്, ഈ മൊമെൻറ്റിലുണ്ട്, അടുത്ത മൊമെൻറ്റിലുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അവരുടെ മരണം എനിക്ക് പലതിനുള്ളൊരു തിരിച്ചറിവായിരുന്നു. കൂടെയുള്ളവരെ, ബന്ധുക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ ആൾക്കാരെ, നമ്മുടെ പള്ളിയിൽ വരുന്നവർ, നമ്മളെന്നും കാണുന്നവർ, അറ്റ്ലീസ്റ്റ് അവരെ ചേർത്ത് പിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു പുഞ്ചിരിയെങ്കിലും അവരെ നോക്കി ചിരിക്കാൻ പറ്റിയാൽ മേ ബി, ആർക്കറിയാം, ഹൂ നോസ്, അത് ലാസ്റ്റ് പുഞ്ചിരിയാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. നമുക്കിനി ചിലപ്പോൾ അവരെ കാണാൻ പറ്റിയില്ലെങ്കിൽ. അതുപോലെ തന്നെ ആ സിനിമയിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഷീലയുടെ ഇടവകയിൽ പോയി കഴിഞ്ഞിട്ട് അപ്പനമ്മമാരുടെ കല്ലറയുടെ അടുത്തിരുന്ന് പറഞ്ഞ ഒരു കാര്യം എന്നാണെന്നറിയാമോ? നമ്മൾ നമ്മുടെ അപ്പനമ്മമാരെ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളെ നോക്കുന്നില്ല എന്ന് പരാതി പറയാൻ നമ്മൾ യോഗ്യരല്ല. ശരിയല്ലേ? നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം എനിക്ക് വേണമെന്ന് വാശി പിടിക്കാൻ നമുക്ക് എന്ത് അവകാശം? അർഹിക്കാത്ത ഒന്നും ആഗ്രഹിക്കരുത്. അർഹിക്കുന്ന ബഹുമാനവും സ്നേഹവും ചുറ്റുമുള്ളവർക്ക് നൽകുക. ഇന്നത്തെ 2 തോട്ട്സ് ഇതാണ്. ഐ ഹോപ്പ് യു ഓൾ വിൽ ഡു ദാറ്റ്. നന്നായി സ്നേഹിക്കുക, ചുറ്റുമുള്ളവരെ ചേർത്ത് പിടിച്ചേക്കുക. ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവിനെ ആയിക്കോട്ടെ, കുഞ്ഞുങ്ങളെ ആയിക്കോട്ടെ, അമ്മയെ അപ്പയൊക്കെ രാവിലെ ചെല്ലുക, കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കുക. എൻ്റെ അപ്പ എപ്പോഴും ചെയ്യാറുള്ളതാണ്. വെൻ എവർ ഐ കം ടു ദിസ് ഹോം, വന്ന് കയറുമ്പോൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും, ഇറങ്ങാൻ നേരത്ത് കെട്ടിപ്പിടിച്ച് നെറ്റിലൊരു ഉമ്മ തരും, മോനെ നീ നന്നായി വരുന്നു പറയും. ബ്ലെസ് ചെയ്യുക, ശപിക്കരുത് ആരെയും. ബാഡ് വേർഡ്സ് പറഞ്ഞതിന് പകരം ബ്ലെസ് ദം. ബ്ലെസ് യുവർ കിഡ്സ്, ബ്ലെസ് യുവർ പാർട്ട്ണർ,
ബ്ലെസ് യുവർ പാരൻസ്. ചേർത്ത് പിടിക്കുക, സ്നേഹിക്കുക, പുഞ്ചിരിക്കുക. ഓൺ ദ ഹോൾ ലൈഫ് ഭയങ്കര സിമ്പിളാണ്. ഡോണ്ട് മേക്ക് ഇറ്റ് കോംപ്ലക്സ്. നമ്മുടെ ചിന്തകളാണ് ഒരുപാട് നമ്മളെ അത് കോംപ്ലക്സ് ആക്കുന്നത്. സോ സ്റ്റോപ്പ് വറി. ഇന്നത്തേക്ക് ജീവിക്കുക. ഈ മൊമെൻറ്റ്, ദിസ് വെരി മൊമെൻറ്റ് ലൈവ്ലി ആയിട്ടിരിക്കുക. നാളെയോ അല്ലെങ്കിൽ അടുത്ത നിമിഷമോ എന്നേലും സംഭവിക്കട്ടെ, ഞാൻ ഈ മൊമെൻറ്റിൽ ജീവിച്ചു, പുഞ്ചിരിയോടുകൂടി എനിക്ക് മരണത്തിനെ പുൽകാൻ പറ്റിയാൽ അതിൽ കഴിഞ്ഞ ഭാഗ്യം എന്താ ഉള്ളത്? So keep smiling, be happy, and if you like my videos, kindly share it, subscribe it, and comment. Do comment. നിങ്ങൾക്ക് ആർക്കെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കണം എന്ന് സജഷൻ ഉണ്ടെങ്കിൽ, ഡു കമൻറ്റ് ഇറ്റ്. താങ്ക് യു. ബൈ ഫോർ നൗ.